നമസ്കാരം സാർ. ഇത് കാസർഗോഡ് പാസ്പോർട്ട് ഓഫീസും പോസ്റ്റ് ഓഫീസും അതിന്റെ അപ്പുറത്തും. ഇത് നമ്മളെ മറിയം എന്റെ പൊന്നിന്റെ വീടിന്റെ പേരെന്ത്? അതാ ഇതിന്റെ ഫ്രണ്ടിലാണ് ഈ 1 ബൈ റോഡ്, എയർലൈൻസിന്റെ അടുത്ത് വരുന്ന റോഡാണിത്. എങ്ങനെ ഇങ്ങോട്ട് നോക്കാം. കാസർഗോഡ് ആൾക്കാർ പുറമെന്ന് വന്ന ആൾ കളിയാക്കുന്നു, തമാശാക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് എന്തൊരു ഫണ്ടൊന്നും കിട്ടുന്നില്ലേ? എന്റെ മുനിസിപ്പാലിറ്റിയിലെ പഞ്ചായത്തിൽ നിന്ന് ആരും ആളില്ലേ? ഇതിന്റെ റോഡിന്റെ അവസ്ഥ നോക്കും. പിന്നെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് കർണക്കാട് വരെ ഏത് 1 മണിക്കൂർ വേണം. ഇതന്നെ അധികാരികൾ നോക്കിയിട്ട് വലിയ ഇപ്പൊ നമുക്ക് മുനിസിപ്പാലിറ്റിയിലെ പഞ്ചായത്തിലെ ഫണ്ടില്ലെങ്കിൽ ഇത് പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ അധികാരികൾക്ക് ഓരോ നോക്കിയിട്ട് വലിയ അധികാരികൾക്ക് കിട്ടൂടെ? ഇതിനുള്ള ഫണ്ട് ആരെങ്കിലും ഓർക്ക് ആ അധികാരികളോട് പറഞ്ഞൂടെ? മുനിസിപ്പാലിറ്റിയുടെ എത്ര അറിയോ? 500 മീറ്റർ പള്ളക്കുള്ളത് ഗവൺമെന്റ് ആസിഡിന്റെ പള്ളയിലാണ് ഇത്. മുനിസിപ്പാലിറ്റി കുറച്ചപ്പുറം 500 മീറ്റർ അപ്പുറം. അപ്പൊ ഈ പരിധിയിലുള്ള ഈ സംഭവത്തിന് നിങ്ങൾ അധികാരികൾ കണ്ണു തുറക്കണം സാറേ. എന്നിട്ട് ഇതിൽ അധികാരികൾക്ക് ഇതിന്റെ ഫണ്ട് പാസ്സാക്കാൻ കഴിയും അത് ഉടനെ പാസ്സാക്കണം. ഒരു ഗർഭിണി പെണ്ണുങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, രോഗികളെ കൊണ്ടുപോകാൻ പറ്റില്ല, ആംബുലൻസിന് വരാൻ പറ്റില്ല. എങ്ങനെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് കർണക്കാട് വരെ 1 മണിക്കൂർ വേണോ? അതിന്റെ അടുത്ത് ഇവിടെ വന്നിട്ട് ഈ എയർലൈൻസ് റോഡിൽ ഇങ്ങനെ മുടങ്ങണ്ടേ? ഈ റോഡിലും ബുദ്ധിമുട്ടാകുന്നില്ലേ? പിന്നെ ഉടനെ ഫണ്ട് പാസ്സാക്കിയിട്ട് ഉടനെ ഇതിന്റെ പണിയെടുക്കണം. പുറമത്തെ ആൾക്കാർ കളിയാക്കുന്നു സാറേ. ഓക്കെ, കാസർഗോഡ് നിന്ന് ഇരട്ടി മുഹമ്മദ്.